കാലത്തിന്റെ അനന്തയാത്രയിൽ അനവധി സാമ്രാജ്യങ്ങൾ ഉദിച്ചു വീണു. പതാകകൾ ഉയർന്നു കുലുങ്ങി അസ്തമിച്ചു. എന്നാൽ ചില പാരമ്പര്യങ്ങൾ മണ്ണിന്റെ നിശബ്ദതയിൽ തന്നെ ശ്വാസമെടുത്തുകൊണ്ട് മനുഷ്യന്റെ ചുവടുകളിൽ അക്ഷയമായി നിലകൊള്ളുന്നു. കേരളത്തിന്റെ ഈ കരിനിലാവിൽ അത്തരമൊരു അമരശാസ്ത്രമായി നിലകൊള്ളുന്നതാണ് ഇന്ന് ലോകം മുഴുവൻ വിചിത്രമായി ഉറ്റുനോക്കുന്ന സസ്യശ്യാമളമായ നമ്മുടെ ഈ മണ്ണിന്റെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റ്. ശരീരം, മനസ്സ്, പ്രാണൻ എന്ന ത്രയത്തെ ഏകലയത്തിൽ പകർത്തി മനുഷ്യനെ തന്നെ ഒരു ശാസ്ത്രമാക്കി തീർക്കുന്ന അതുല്യവിദ്യ. ലോകം അഭിമാനത്തോടെ ഉച്ചരിക്കുന്ന യുദ്ധകലകളേക്കാൾ മുമ്പേ മനുഷ്യ ശരീരത്തിന്റെ അന്തർഘടനയെ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രണത്തിലൂടെ ഉയർത്തിയെടുത്ത ദർശനം ഇവിടെ ഉദിച്ചുയർന്നിരുന്നു. ഈ കലയുടെ ഉദ്ഭവം ചരിത്രത്തിന്റെ വരികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതൊരു മഹാപുരാണത്തിന്റെ പ്രഭാവവുമാണ്. ക്ഷത്രിയരുടെ അഹങ്കാരം ദഹിപ്പിച്ച പരശുരാമൻ തന്റെ പരശു സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ തിരമാലകൾ പിൻവാങ്ങി ഒരു പുതുഭൂമി ഉദിച്ചുവെന്നതാണ് വിശ്വാസം. അത് കേവലം വാസത്തിനുള്ളതായിരുന്നില്ല, മറിച്ച് ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ഭൂമിയായിരുന്നു. അതിനെ കാത്തുസൂക്ഷിക്കാൻ ശരീരത്തെ ശാസിക്കുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്രവിദ്യ രൂപം കൊണ്ടു. അതാണ് കാലക്രമേണ കളരിപ്പയറ്റായി വിരിഞ്ഞത്. അതുകൊണ്ടുതന്നെ ഈ കലയുടെ ഹൃദയം ശക്തിയല്ല, ശാസനയാണ്. വിജയമല്ല, ആത്മനിയന്ത്രണമാണ്. എങ്കിലും ഈ ദർശനം പുരാണത്തിൽ മാത്രം നിൽക്കുന്നില്ലെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭൂഖണ്ഡത്തിൽ ശക്തി പ്രാപിച്ചിരുന്ന ചേരർക്കും ചോളർക്കുമിടയിൽ തുടർച്ചയായി നടന്ന യുദ്ധങ്ങൾ യുദ്ധപരിശീലനങ്ങളെ ക്രമബദ്ധവും ശാസ്ത്രീയവുമായ രീതിയിലേക്ക് ഉയർത്തിയെടുത്തിരിക്കാമെന്നതാണ് ഗവേഷകരുടെ നിരീക്ഷണം. അതിർത്തികളെ സംരക്ഷിക്കാനും അധികാരമുറപ്പിക്കാനും വേണ്ടിയുള്ള പരിശീലനം കാലക്രമേണ ശരീരവും ബുദ്ധിയും ഏകീകരിക്കുന്ന സമഗ്ര യുദ്ധശാസ്ത്രമായി പരിഭാഗപ്പെട്ടു. അങ്ങനെ കളരിപ്പയറ്റ് പുരാണത്തിന്റെ തീയിൽ ചുട്ടുപാകപ്പെട്ടതും യാഥാർത്ഥ്യത്തിന്റെ യുദ്ധഭൂമിയിൽ കെട്ടിപ്പടുത്തതുമായ ദ്വന്ദ് സ്വഭാവമുള്ള പാരമ്പര്യമായി ഉയർന്നു. ഈ പാരമ്പര്യത്തിന്റെ പ്രതിധ്വനി ഭാരതത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്കും നീളുന്നുവെന്ന ആശയം ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ജനിച്ച ബുദ്ധസന്യാസിയായ ബോധിധർമ്മൻ ചൈനയിലെ ഷാവോലിൻ ടെമ്പിളിലെത്തി ധ്യാന പരമ്പര സ്ഥാപിച്ചുവെന്നത് രേഖകളിൽ കാണപ്പെടുന്നു. സന്യാസിമാരുടെ ശരീരക്ഷമത നിലനിർത്താൻ അദ്ദേഹം രൂപപ്പെടുത്തിയ ശാരീരിക അനുഷ്ഠാനങ്ങൾ പിന്നീട് ഷാവോലിൻ കുങ്ഫു ആയി വികസിച്ചുവെന്ന സിദ്ധാന്തവും നിലനിൽക്കുന്നു. ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങൾ ലഭ്യമല്ലെങ്കിലും ശരീരവും ചൈതന്യവും ഒരേ താളത്തിൽ ചേരുന്ന ആ ദർശനം ഈ രണ്ട് പാരമ്പര്യങ്ങൾക്കിടയിൽ ഒരു സൂക്ഷ്മ ബന്ധത്തിന്റെ സാന്നിധ്യം നിഷേധിക്കാനാവാത്തതാക്കുന്നു. കളരി അതൊരു പരിശീലന മണ്ഡപമല്ല, അത് ശാസനയുടെ പുണ്യഭൂമിയാണ്. പ്രധാനമായും രണ്ട് രൂപങ്ങൾ അതിൽ കാണപ്പെടുന്നു: കുഴിക്കളരി, നിലക്കളരി. കുഴിക്കളരി ഭൂമിയോട് ചേർന്നു താഴ്ത്തി നിർമ്മിച്ച ഏകദേശം 42 അടി നീളവും 21 അടി വീതിയുമുള്ള 4 മുതൽ 6 അടി വരെ ആഴമുള്ള ഒരു നിയന്ത്രിത പ്രപഞ്ചം. മണ്ണിന്റെ തണുപ്പും താഴ്ന്ന ഘടനയും ചേർന്ന് പുറം ലോകത്തിന്റെ ശബ്ദങ്ങളെ അകറ്റി ശിഷ്യനെ ആന്തരിക ഏകാഗ്രതയിലേക്ക് നയിക്കുന്നു. നിലക്കളരി തുറന്ന നിലത്തിന്റെ സ്വാഭാവികതയോട് ചേർന്ന് നിലകൊള്ളുന്ന രൂപമാണ്. എന്നാൽ ഗുരുക്കന്മാർ ഏകാഗ്രതയുടെ പരമാവധി കുഴിക്കളരിയിലാണെന്ന് വിശ്വസിച്ചു. കളരിയുടെ തെക്കു പടിഞ്ഞാറൻ കോണിൽ ഉത്തര ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായി ഉയരുമ്പോൾ അതിനോട് ചേർന്ന് വിനയത്തോടെ നിലകൊള്ളുന്നത് ഗുരുത്തറയാണ്, ഗുരുപാരമ്പര്യത്തിന്റെ അക്ഷയചിഹ്നം. ഇവിടെ പ്രണാമം ദേവതകൾക്ക് മാത്രമല്ല, അറിവിന്റെ പാരമ്പര്യം കൈമാറിയ ഗുരുവിനുമാണ്. കാരണം കളരിപ്പയറ്റിൽ ദൈവം ദിശയാണെങ്കിൽ ഗുരുവാണ് യാത്ര. ഈ പവിത്ര ഭൂമിയിൽ ശിഷ്യന്റെ യാത്ര യുദ്ധത്തിലേക്കല്ല, സ്വയം ജയിക്കാനുള്ള ദീർഘസാധനയിലേക്കാണ്. ആദ്യം മെയ്പേറ്റിലൂടെ ശരീരം ലയത്തിലേക്ക് അഭ്യസിപ്പിക്കുന്നു. ശ്വാസവും ചലനവും ഏകതാളത്തിൽ ചേരുമ്പോൾ ശരീരം തന്നെ ഒരു ഉപകരണമാവും. തുടർന്ന് കോൾപേറ്റിൽ ദൂരം, സമയബോധം,
പ്രതികരണം എല്ലാം കൃത്യമായി രൂപം കൊള്ളുന്നു. അങ്കത്താരിയിൽ ലോഹായുധങ്ങളുടെ കഠിന പരീക്ഷണം ആരംഭിക്കുന്നു. ഓരോ ചലനവും നിയന്ത്രണത്തിന്റെ പരമാവധി പരീക്ഷണമായി മാറുന്നു. ഒടുവിൽ ദീർഘസാധനയുടെ പ്രതീകമായ ഉറുമി, ശരീരവും മനസ്സും സമ്പൂർണ്ണ ഐക്യത്തിൽ സംഗമിക്കുമ്പോൾ അധീനമാകുന്ന ആയുധം, ഈ ശാസ്ത്രത്തിന്റെ പരിപൂർണതയെ പ്രതിനിധീകരിക്കുന്നു. ഈ മഹത്തായ യുദ്ധകലയുടെ ഹൃദയഭാഗമാണ് വടിവുകൾ. കളരിപ്പയറ്റിലെ വടിവുകൾ യുദ്ധകലയുടെ അടിസ്ഥാനം തന്നെയാണ്. ഗജം, സിംഹം, അശ്വം, വരാഹം, സർപ്പം, കുകുടം, മാർജാരം, മത്സ്യം ഇവയുടെ സ്വാഭാവിക ചലനങ്ങളും സ്വഭാവഗുണങ്ങളും അനുകരിച്ചാണ് ഈ വടിവുകൾ രൂപം കൊണ്ടത്. ഓരോ വടിവും ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും പരിശീലിപ്പിക്കുന്ന ശക്തി, ധൈര്യം, ചാബല്യം, സഹിഷ്ണുത, ഏകാഗ്രത എന്നിവയെ വളർത്തുന്നു. വടിവുകളുടെ അഭ്യാസത്തിലൂടെ ശരീരത്തിന് സമത്വവും ചലനത്തിൽ കൃത്യതയും ലഭിക്കുമ്പോൾ മനസ്സിന് നിയന്ത്രണവും ശാന്തതയും ലഭിക്കുന്നു. ഇങ്ങനെ വടിവുകൾ ഒരു യുദ്ധരീതിയേക്കാൾ ഉയർന്നൊരു ആത്മപരിശീലനമായി മാറുന്നു. ശൈലിയിൽ പോലും ഈ കല വൈവിധ്യമാർന്നതാണ്. വടക്കൻ ശൈലി, അതായത് വടക്കൻ കളരി, ശരീരത്തിന്റെ ലയവും സൗന്ദര്യവും പ്രാധാന്യമർഹിക്കുന്ന സമ്പ്രദായം. തെക്കൻ ശൈലി അഥവാ തെക്കൻ കളരി, പ്രായോഗികതയും വേഗതയും മർമ്മപ്രയോഗവും മുൻനിർത്തുന്ന രീതിയാണ്. തെക്കൻ കളരിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാചീന പാരമ്പര്യ വിശ്വാസം നിലനിൽക്കുന്നു. ദക്ഷിണ ഭാരതത്തിന്റെ തത്വചിന്താ പാരമ്പര്യത്തിൽ അതുല്യ സ്ഥാനമുള്ള അഗസ്ത്യ മഹർഷിയെ ഈ ശൈലിയുമായി ബന്ധിപ്പിക്കപ്പെടുന്നുവെന്നതാണ് ആ വിശ്വാസം. വേദജ്ഞാനവും ഔഷധശാസ്ത്രവും മർമ്മവിദ്യയും ഏകീകരിച്ച അറിവിന്റെ പ്രതിനിധിയായി അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. തമിഴ് സിദ്ധവൈദ്യ പരമ്പരയുടെയും വർമ്മശാസ്ത്രത്തിന്റെയും രൂപവൽക്കരണത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നിലനിൽക്കുന്നുവെന്ന് പാരമ്പര്യ വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മമായ മർമ്മബിന്ദുക്കളെ ആഴത്തിൽ പഠിച്ച് പ്രഹരത്തിന്റെയും ചികിത്സയുടെയും സംയുക്തമായ അറിവ് രൂപപ്പെടുത്തിയെടുത്തത് അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഈ ദർശനവും തമിഴ് പാരമ്പര്യങ്ങളായ വർമ്മകലയും അടിമുറയും ഒരേ വേരുകളിൽ നിന്ന് ഉത്ഭവിച്ച രണ്ടു വൃക്ഷങ്ങളെപ്പോലെ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നു. അതിന്റെ അന്തർഭാഗങ്ങളായി അറിയപ്പെടുന്ന തൊടുമർമ്മം, സ്പർശത്തിലൂടെ പ്രഭാവം സൃഷ്ടിക്കുന്ന വിദ്യയിൽ നോക്കുമർമ്മം, ഏകാഗ്രതയുടെയും ചൈതന്യത്തിന്റെയും സൂക്ഷ്മ നിയന്ത്രണത്തിലൂടെ പ്രഭാവം സൃഷ്ടിക്കുന്ന പരമസൂക്ഷ്മ ശാസ്ത്രവും ഈ പാരമ്പര്യത്തിന്റെ ഗഹനതയെ കൂടുതൽ വെളിവാക്കുന്നു. അതുകൊണ്ടുതന്നെ തെക്കൻ കളരിയിൽ കാണപ്പെടുന്ന മർമ്മ പ്രാധാന്യവും നേരിട്ടുള്ള പ്രയോഗശൈലിയും ഈ ദാർശനിക അടിത്തറയുടെ സജീവ പ്രതിഫലനമായി വിലയിരുത്തപ്പെടുന്നു. ഈ രണ്ട് പാതകളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്: പരിപൂർണ നിയന്ത്രണം. മധ്യകാല കേരളത്തിൽ കളരിപ്പയറ്റ് നീതിയുടെ അവസാന വാക്കായിരുന്നു. ചേകവരംഗം എന്ന ദ്വന്ദ്വയുദ്ധത്തിലൂടെ വിധി നിർണയിച്ചു. ഈ യുദ്ധപാരമ്പര്യത്തിന്റെ പ്രതിധ്വനി ഇന്നും വടക്കൻ പാട്ടുകൾ എന്ന പാരമ്പര്യ ഗാനങ്ങളിൽ മുഴങ്ങുന്നു. അവയിൽ ഉയർന്നു നിൽക്കുന്ന ആരോമൽ ചേകവർ, തച്ചോളിയോദേനൻ, ചന്തു ചേകവർ എന്നീ വീരകഥാപാത്രങ്ങൾ വിശ്വാസവും വഞ്ചനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മനുഷ്യ സ്വഭാവത്തിന്റെ ഗഹനതകളെ പ്രതിഫലിപ്പിക്കുന്നു. ഈ പാരമ്പര്യത്തിന്റെ ദീപ്തിയിൽ ഉണ്ണിയാർച്ച എന്ന ധീരനാരി ആത്മഗൗരവത്തിന്റെ ജ്വാലയായി ഉയരുമ്പോൾ, അതേ ഭൂമിയിൽ ഈ മഹനീയ കലയെ സാക്ഷി നിർത്തി കായംകുളം കൊച്ചുണ്ണി അനീതിക്കെതിരെ പൊരുതിയ ജനകീയ പ്രതിരോധത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. വിദേശാധിപത്യത്തിന്റെ ഇരുണ്ട നിഴൽ ഈ പാരമ്പര്യത്തെയും ബാധിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കളരിപ്പയറ്റ് നിരോധിക്കപ്പെട്ടു. കളരികൾ അടച്ചുപൂട്ടപ്പെട്ടു. ആയുധങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ ഈ കല മാഞ്ഞില്ല. കുഴിക്കളരികളുടെ നിശബ്ദതയിൽ, രാത്രിയുടെ മറവിൽ ഗുരുക്കന്മാർ ഈ കലയുടെ അറിവ് പകർന്നു നൽകി. അത് പരിശീലനം മാത്രമല്ലായിരുന്നു, അത് മൗന പ്രതിരോധമായിരുന്നു. യുദ്ധത്തിന്റെ പരമാവധി ശാസനയിലെത്തുമ്പോൾ കളരിപ്പയറ്റ് ഒരു പുതിയ സത്യത്തെ തുറന്നു കാട്ടും. ഇത് കേവലം നശിപ്പിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന ശാസ്ത്രമല്ല, മറിച്ചു ജീവനെ സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്ന ദർശനമാണ്.
മർമ്മശാസ്ത്രം ഈ കലയുടെ അന്തർഭാഗമാണ്. മനുഷ്യ ശരീരത്തിലെ 108 മർമ്മബിന്ദുക്കളുടെ അറിവ് ഒരു യോദ്ധാവിനെ പ്രഹരിക്കാൻ മാത്രമല്ല, ചികിത്സിക്കാൻ കൂടി സജ്ജമാക്കുന്നു. അതുകൊണ്ടുതന്നെ കളരിപ്പയറ്റിൽ ഗുരു ഒരു പരിശീലകനായി മാത്രം നിലകൊള്ളുന്നില്ല, അദ്ദേഹം ഒരു ചികിത്സകനായും ഉയരുന്നു. ഉഴിച്ചിലെന്ന ശരീരപരിചരണ രീതി ഈ ശാസ്ത്രത്തിന്റെ മറ്റൊരു മുഖമാണ്. ഔഷധ തൈലങ്ങളാൽ ശരീരത്തെ മൃദുവായി ഉഴിയുന്ന ഈ ചികിത്സ പേശികളുടെ ലാഘവം വർദ്ധിപ്പിക്കുകയും രക്തചംക്രമണം സുതാര്യമാക്കുകയും ശരീരത്തെ വീണ്ടും പുതുജീവനോടെ ഉയർത്തുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ക്ഷീണിച്ച ശരീരം ഇവിടെ വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് എത്തുന്നു. ശരീരവും മനസ്സും ഒരേ താളത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ശക്തി ജനിക്കൂ എന്ന സത്യം കളരിപ്പയറ്റ് അനായാസം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊരു യുദ്ധവിദ്യയല്ല, ജീവനെ സംരക്ഷിക്കുന്ന ഒരു സമഗ്ര ശാസ്ത്രമാണ്. ഇന്ന് ഈ അമരശാസ്ത്രം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വടകര, കണ്ണൂർ, കോഴിക്കോട് എന്നീ നാളികേര മണ്ണിൽ ഇന്നും കളരിയുടെ താളം മുഴങ്ങുന്നു. ഈ പുനരുജ്ജീവനത്തിന്റെ പ്രകാശ സ്തംഭങ്ങളായി പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ, SRB പ്രസാദ് ഗുരുക്കൾ, പി രാഘവൻ ഗുരുക്കൾ, സന്തോഷ് കുമാർ ഗുരുക്കൾ മുതലായവർ നിലകൊള്ളുന്നു. അവർ ഇന്നും ഈ പാരമ്പര്യത്തിന്റെ ജ്വാല അണയാതെ സൂക്ഷിക്കുന്നവർ. കാലം മാറും, സാമ്രാജ്യങ്ങൾ അസ്തമിക്കും, പുതിയ ലോകങ്ങൾ ഉദിക്കും. എന്നാൽ മണ്ണിൽ പതിയുന്ന ഒരു ചുവടിന്റെ നിശബ്ദത, ശ്വാസത്തിന്റെ അദൃശ്യതാളം, വാളിന്റെ കേൾവിയില്ലാത്ത നാദം, ഇവ ഒരിക്കലും മായുന്നില്ല. കാരണം ഇത് ഒരു യുദ്ധകലയും പാരമ്പര്യവും മാത്രമല്ല, ഇത് സ്വയം അതിജീവിക്കുന്ന മനുഷ്യന്റെ ശാസ്ത്രമാണ്. വീണ്ടും കാണാം.